ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് കാണാം. ഒക്ടോബർ 2 സോ നമ്മൾ കോളേജിലെ NSSന്റെ ഭാഗമായിട്ട് റെയിൽവേ സ്റ്റേഷൻ ക്ലീനിങ്ങിന് വന്നത് ഗാന്ധിജിയുടെ സേവനവാരത്തിൻ്റെ അനുബന്ധിച്ച്. അപ്പോൾ അതിന് വേണ്ടി പോകുമ്പോൾ ഇപ്പോൾ കരുവള്ളൂരെത്തി കാനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ ക്ലീനിങ് ആണ്. അങ്ങനെ കരുവള്ളൂരിൽ നിന്ന് ബസ് കയറി ചെറുത്തൂരെത്തിയിട്ട് ബസ് സ്റ്റാൻഡിൽ കുറച്ച് സമയം ബസ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള സീൻസായി എനിക്ക് കാണുന്നത്. ബസ്സാടെ നിർത്തി പോസ്റ്റായിട്ടാകുമ്പോൾ ഞാൻ പാട്ടിനകത്ത് വൈബ് ചെയ്ത സീൻസായിരുന്നു കഴിച്ചത്. ലാസ്റ്റ് ബസ് എടുത്ത് കൊള്ളായിരുന്നു. ഒറ്റയ്ക്ക് ബസ്സിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ചില്ല് ചെയ്ത് പാട്ട് കേട്ട് ഇങ്ങനെ പോവാൻ പറ്റിയൊരു മൂഡായിരുന്നു. നല്ല ഭംഗിയുള്ള സീൻസായിരുന്നു. പിന്നെ ഇടയ്ക്ക് റോഡ് പണി അങ്ങനെയുള്ള സീനൊക്കെ ഉണ്ട്. അങ്ങനെ നീലേശ്വരം ഏകദേശം എത്തുമ്പോൾ ഞാൻ ഒരു ചെരുപ്പ് കണ്ട്, ഒരു വലിയ ചെരുപ്പ്. എനിക്ക് കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാൻ കരുതി. ബാക്കിയുള്ളതെല്ലാം സാധാരണ കരുവള്ളൂർ ടു കാനങ്ങാട് ഹൈവേ കൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്ന സാധാരണ കാഴ്ചകളൊക്കെ തന്നെയാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മെല്ലെ കാനങ്ങാട് എത്തി. അവിടെ നിന്നാണ് ഇനി ബാക്കി കഥ. ആ ടൈം ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എത്തേണ്ട ടൈമായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇറങ്ങി സ്റ്റേഷനിലേക്ക് നടന്നു. ഇതുവഴിയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളൊരു ട്രെയിൻ കിട്ടാൻ ഓടുന്നതെല്ലാം ഉണ്ടായി. ഏകദേശം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നത് ഞങ്ങൾക്ക് കാണുന്നുണ്ട്. പക്ഷേ നടന്നെത്തണ്ടേ, ടൈം എടുത്തു. എന്നാണ് ഞാൻ പറഞ്ഞത്. ഫ്രണ്ട്സൊക്കെ നേരത്തെ വന്നു. ഇനി അവരെവിടുന്ന് വിളിച്ചിട്ട് അവരിവിടെ എവിടെയാണെന്ന് കണ്ടെത്തണം. എൻ്റെ ബസ് ലേറ്റ് ആയതാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ കാനങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ആ ടൈം ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടുണ്ട്. അവിടെയാണ് അവരുള്ളത്. ദെൻ നമ്മളെ പരിപാടീൻ്റെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് ട്രെയിൻ ഒരു സൈഡിൽ പോയിക്കൊണ്ടുണ്ട്. പിന്നെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് നേരെ പണിയിലേക്ക് ഇറങ്ങി. ലാസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു 12:40 സ്റ്റേഷൻ്റെ അകത്തെത്തി. കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഗൈസ്, നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു ഫുഡടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകും. ഞങ്ങൾ പോകുന്നു. അനക്ക് എന്റെ കാവുകരെ വിളിച്ച് സുള്ളുകയാണ്. അതായിരിക്കും ഗൈസ്. നമ്മൾ റോഡ് മുറിച്ച് കടന്നു കൈ പിടിച്ചതാണ് ഗൈസ്. യെസ്, നമ്മളിപ്പോ പോകുന്നത് കാനങ്ങാടുള്ള മെയിൻ ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ്. ഈ സ്പോട്ട് വരുന്നത് കാനങ്ങാട് ബസ് സ്റ്റാൻഡിന്റെ മുകളിൽ, ബസ് സ്റ്റാൻഡിന്റെ ഒരു എക്സ്പ്രസ്. അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറിപ്പോയപ്പോഴാണ് നമ്മളാ സത്യം മനസ്സിലാക്കിയത്. തിരക്കെന്ന് പറഞ്ഞാൽ നിൽക്കാനും ഇരിക്കാനും ആ മുകളിൽ സ്ഥലമില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മെനു നോക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. സംഭവം നമുക്ക് ദൂരത്തേക്കുള്ള കഫേയിലൊക്കെ ഒന്നും പോകാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റുള്ള കഫേയിലൊക്കെ ഞാൻ കയറി. ആദ്യം നമ്മളൊരു ഫലൂദ ഓർഡർ ചെയ്തു. പിന്നെ ഒരു അവൽ മിൽക്ക്, പിന്നെ മെല്ലെ മെല്ലെ ലോഡർ ഫ്രൈസ്, ചിക്കൻ സാൻഡ്വിച്ച്, അങ്ങനെ ഓരോ ഐറ്റമായിട്ട് നമ്മൾ ടേബിളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത അംഗത്തിനുള്ള പുറപ്പാടായി. എല്ലാവരും ഒരു ചിക്കൻ റാപ്പ് ഓർഡർ ചെയ്ത് പിന്നെ പോകുന്നത് പൊറോട്ട പ്ലസ് ഫ്രൈഡ് ചിക്കൻ കോംബോ. എന്തെടുത്താലും ആദ്യം കഴിക്കുന്നത് ശ്രീലക്ഷ്മി. ഗൈസ്, അവിടെ തല്ലുംപൊടിയായി. എന്റെ കൈ കുറവുണ്ട്, ഞാനും കൂടെ. അയ്യോ ചൂട്. ആ കൊത്തു പൊറോട്ട ഫ്രൈഡ് ചിക്കൻ കോംബോ അടിപൊളിയായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു കോംബോ ആയിരുന്നു അത്. സാധനമൊക്കെ കഴിഞ്ഞു.
എന്നിട്ടും ഇവിടെ എല്ല് വെച്ച് കളിക്കുന്നുണ്ട് കോലാണ് വെച്ച് കൈ തുടച്ചുകൂടെ ആവശ്യപ്പീസ് ഇല്ല ഗൈസ്. ഇല്ല ഗൈസ്, ടിഷ്യൂ എല്ലാവർക്കും ടിഷ്യൂ. ഇവിടെ വെള്ളമില്ലാത്തോണ്ട് ലാസ്റ്റ് നമ്മളൊരു മിനറൽ വാട്ടറിൽ വെള്ളം വാങ്ങി കൈ കഴുകിയാണ്. ഗൈസ് ഇതാണ് നമ്മൾ കേറിയ കഫേ. ഒരു കുഞ്ഞു കഫേയാണ് ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക്. അവരൊക്കെ കാനങ്ങാട് കാസർഗോഡ് സൈഡിലുള്ള ആൾക്കാരാണ്, ഞാനാ ഈ പയ്യന്നൂർ സൈഡിലുള്ളത്. അങ്ങനെ അപ്പോൾ ശരി, ടാറ്റാ.